എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ തിരുവനന്തപുരം ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് സെക്രട്ടേറിയറ്റിലേക്കാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി പുറത്തിറങ്ങി. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് കേട്ടോ. ഞങ്ങളുടെ വണ്ടിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഡ്രൈവറൊക്കെ റെഡിയാണ്, കണ്ടില്ലേ, പുറത്ത് ഒരു ഇന്നോവ വണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 അപ്പാർട്ട്മെൻറ്റ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നല്ല സൗകര്യമുള്ള താമസമായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് സെക്രട്ടേറിയറ്റിലേക്കാണ്. പുതിയ സെക്രട്ടേറിയറ്റ് നമ്മൾ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ, ഉള്ളിൽ കയറാൻ പറ്റില്ല. കാരണം വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നേ കാണുന്നുള്ളൂ. പിന്നെ പഴയ സെക്രട്ടേറിയറ്റ് ഒരു എന്താ പറയുക, മോണ്യുമെൻ്റായിട്ട് ഇപ്പോൾ ഒരു ഹെറിറ്റേജ് മോണ്യുമെൻ്റായിട്ട് സംരക്ഷിച്ച് വരികയാണല്ലോ. അവിടെ വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വത്സലയുടെ ഒരു സുഹൃത്ത്, നാട്ടിലുള്ള ഒരാൾ, ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, ബാലുശ്ശേരിയുള്ള ആൾ തന്നെയാണ്, സെക്രട്ടേറിയറ്റിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ രാവിലെ തന്നെ കയറി. എല്ലാവരും ഈ നാരങ്ങ മിഠായി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷുഗറൊന്നും നോക്കുന്നില്ല ആരും. സുലോചന ടീച്ചർ വരുമ്പോഴൊക്കെ നാരങ്ങ മിഠായി നിറയെ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളൊക്കെ ഈ നാരങ്ങ മിഠായി നുണഞ്ഞുകൊണ്ടാണ് യാത്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ, സുഖേട്ടൻ. അപ്പോൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പർക്ക് പിന്നെ തിരുവനന്തപുരമൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ഒരു മദേഴ്സ് ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ, നല്ല ഒരു മെസ്സാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്ക് പോയത്. ഇതൊക്കെ സുഖേട്ടനാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ പലതവണ അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ഒരു വെജിറ്റേറിയൻ നല്ല ഒരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അങ്ങനെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലെത്തി. നമ്മൾ വത്സലയുടെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം നമ്മളെ ആ മോണ്യുമെൻ്റൊക്കെ കാണിച്ചു തന്നു, പഴയ അസംബ്ലി ഹാള്. അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ, ഉള്ളിലെ ഫോട്ടോ ഒന്നും എടുത്തില്ല. അങ്ങനെ അവിടെ നിന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുറ്റുപാടൊക്കെ നടന്നു കണ്ടു. പിന്നീട് നമ്മൾ പുറത്ത് എന്താ പറയുക, പുതിയ സെക്രട്ടേറിയറ്റ് കാണാൻ വേണ്ടി പോയി. അവിടെ പക്ഷേ ഉള്ളിലൊന്നും ഫോട്ടോസൊന്നും അലൗഡല്ല, ക്യാമറ അലൗഡല്ല. അതുകൊണ്ട് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ഉള്ളിൽ കയറാൻ പറ്റിയില്ല കേട്ടോ, പുതിയ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ കയറിയില്ല. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പുതിയ സെക്രട്ടേറിയറ്റ് നമ്മൾ പുറത്തുനിന്ന് എല്ലാവരും കാണും പോലെ ഞങ്ങൾ കണ്ടേ ഉള്ളൂ കേട്ടോ. ഉള്ളിലൊന്നും കയറിയിട്ടില്ല. പുറത്ത് മുറ്റത്ത് നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. പെർമിഷൻ ഉണ്ടായിരുന്നില്ല, ഹോളിഡേ ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ മോൻ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് സെക്രട്ടേറിയറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നിരുന്നു കേട്ടോ, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആശാവർക്കർമാർ നയിക്കുന്ന ഒരു സമരം ഉണ്ടല്ലോ, അപ്പോൾ ആ സമരപന്തലിലേക്കാണ് പോയത്. അപ്പോൾ സ്ത്രീകൾ നയിക്കുന്ന ഒരു സമരം എന്നുള്ള നിലയ്ക്കാണ്, ഞങ്ങൾ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണ്, അതുകൊണ്ടാണ് നമ്മളവിടെ പോയത്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ചെറിയ സാമ്പത്തിക സഹായവും ചെയ്തു. ഞങ്ങളെല്ലാവരും, ഈ പോയ ആൾക്കാരെല്ലാവരും കൂടെ ഒരു സാമ്പത്തിക സഹായം ചെയ്തു. നമ്മുടെ ഡ്രൈവർ ചേട്ടനും എന്തോ ഒരു സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പണം ഒക്കെ കൈമാറി. അതിനുശേഷം അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിന് അവരൊരു ബൈറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനൊന്നുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേറെയും ഞങ്ങളുടെ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീലുവിനെ കണ്ടത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടല്ലോ, ശ്രീലത. അപ്പോൾ അവരെ കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അവർ സെക്രട്ടേറിയറ്റിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഒരു സ്ത്രീയുടെ ഒറ്റയാൾ പോരാട്ടമാണല്ലോ അനീതിക്കെതിരായിട്ട്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ.
ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.